സച്ചിൻ രവീന്ദ്രയും ഡെവോൺ കോൺവേയുമാണ് ചെന്നൈ റിലീസ് ചെയ്ത മറ്റു രണ്ട് സുപ്രധാന താരങ്ങൾ. കോൺവേയ്ക്കായി ഫ്രാഞ്ചൈസി 6.5 കോടി മുടക്കിയപ്പോൾ രച്ചിനായി 4 കോടിയാണ് കഴിഞ്ഞ സീസണിൽ മുടക്കിയത്. ടോപ്പ് ഓർഡറിൽ നിർണായക സാന്നിധ്യങ്ങളാകുമെന്ന് കരുതിയ ഇരുവർക്കും സീസണിൽ വലിയ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാനാകില്ല. 128 സ്ട്രൈക്ക് റേറ്റിൽ 191 റൺസായിരുന്നു രച്ചിന്റെ സംഭാവനയെങ്കിൽ 131 സ്ട്രൈക്ക് റേറ്റിൽ 156 റൺസായിരുന്നു കോൺവേയുടെ സമ്പാദ്യം. ഇരുവരും IPL-ൽ നാളിതുവരെ ചെന്നൈക്ക് വേണ്ടി മാത്രമേ കളിച്ചിട്ടുള്ളൂ. വിജയ് ശങ്കർ, ദീപക് ഹൂഡ, രാഹുൽ ത്രിപാഠി, ചെന്നൈ ആരാധകർ കൊതിച്ച 3 റിലീസുകളായിരുന്നു ഇത്. ആരാധക മനസ്സറിഞ്ഞതുപോലെ ഫ്രാഞ്ചൈസി മൂവരെയും എടുത്ത് പുറത്തിട്ടു. ഷെയ്ഖ് റഷീദ്, വൻഷ് ബേദി, കമലേഷ് നാഗർകോട്ടി, ആന്ദ്രെ സിദ്ധാർത്ഥ് തുടങ്ങി 12 താരങ്ങളെയാണ് ടീം ഇക്കുറി റിലീസ് ചെയ്തത്. മിനി ഓപ്ഷൻ ഒരുങ്ങുമ്പോൾ കയ്യിൽ 43.4 കോടി ബാക്കിയുണ്ട്. അതായത് കൊൽക്കത്ത കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണം ബാക്കിയുള്ളത് ചെന്നൈയുടെ പേഴ്സിലാണെന്ന് സാരം. 9 സ്ലോട്ടുകൾ ഫിൽ ചെയ്യണം. അതിൽ 4 ഓവർസീസ് താരങ്ങൾക്ക് ഇടമുണ്ട്. 18 കോടിക്ക് സഞ്ജു ഡീൽ പൂർത്തിയായി കഴിഞ്ഞു. ഋതുരാജ് ഗെയ്ക്വാദ് ക്യാപ്റ്റനായി തുടരുമെന്ന് പ്രഖ്യാപനമെത്തി. അപ്പുറത്ത് ഇതിലും വലിയൊരു പൊളിച്ചുപണിക്കൊരുങ്ങുകയാണ് കൊൽക്കത്ത. 8 താരങ്ങളെയാണ് ഒറ്റയടിക്ക് റിലീസ് ചെയ്ത് കളഞ്ഞത്. ആ പേരുകളൊക്കെ വലുതാണ്. വെങ്കിടേഷ് അയ്യർ മുതൽ ആന്ദ്രെ റസൽ വരെ. റിലീസ് ചെയ്തവരിൽ 6 പേർ വിദേശ താരങ്ങൾ. റസൽ, ക്വിന്റൻ ഡീകോക്ക്, മുയീൻ അലി, ആൻഡ്രിച്ച് നോർക്കിയ, സ്പെൻസർ ജോൺസൺ, റഹ്മാൻ ഗുർബാസ്. പേഴ്സിൽ ബാക്കിയുള്ളത് 64 കോടി 30 ലക്ഷം. 23 കോടി മുടക്കി ടീം തട്ടകത്തിലെത്തിച്ച വെങ്കിടേഷ് അയ്യർ ഒരു നഷ്ടക്കച്ചവടമായതോടെ മിനി ഓപ്ഷന് മുമ്പ് തന്നെ താരം റിലീസ് ചെയ്യപ്പെടുമെന്ന് ആരാധകർക്ക് ഉറപ്പായിരുന്നു. അതുതന്നെ സംഭവിച്ചു.